നമസ്കാരം. പ്രവാസികളെ സംബന്ധിച്ച് ഏറെ ആശങ്കപ്പെടുത്തുന്ന ഒരു പ്രസ്താവനയാണ് കേന്ദ്ര വിദേശകാര്യ സഹമന്ത്രി വി മുരളീധരന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത്. പ്രവാസികളെ നാട്ടിലെത്തിക്കുന്നത് ലോക്ക്ഡൌൺ മാനദണ്ഡങ്ങൾക്ക് വിരുദ്ധമാണ് എന്നാണ് വിദേശകാര്യ സഹമന്ത്രിയായ വി മുരളീധരൻ ഇപ്പോൾ പറയുന്നത്. സംസ്ഥാന സർക്കാരിനെ പോലെ കേന്ദ്രത്തിനും പ്രവാസികളുടെ കാര്യത്തിൽ കരുതലുണ്ട് എന്നും കേന്ദ്ര സർക്കാരിന് താല്പര്യമില്ല എന്ന തരത്തിൽ പലതരത്തിലുള്ള വ്യാഖ്യാനങ്ങൾ പരക്കുന്നത് ശരിയല്ല എന്നുമാണ് അദ്ദേഹം പറയുന്നത്. കോവിഡിന്റെ പ്രതിരോധ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് ഒരു സംസ്ഥാനങ്ങളുമായും ഏറ്റുമുട്ടാൻ കേന്ദ്ര സർക്കാർ ശ്രമിച്ചിട്ടില്ല. രാജ്യത്തിന് പുറത്തുള്ള പ്രവാസികളെ തിരികെ കൊണ്ടുവരുമ്പോൾ സ്വാഭാവികമായും അന്യ സംസ്ഥാനങ്ങളിൽ കഴിയുന്നവരും ഇതേ ആവശ്യവുമായി രംഗത്തെത്തും. അത്തരമൊരു സാഹചര്യം ലോക്ക്ഡൌൺ ലംഘനങ്ങൾക്ക് വഴിവെക്കും എന്നാണ് ഇപ്പോൾ വ്യക്തമാക്കപ്പെടുന്നത്. നമുക്കറിയാം, മറ്റ് രാജ്യങ്ങളിൽ നിന്ന് വിമാനങ്ങൾ വിട്ട് അവരുടെ പൗരന്മാരെ ഇവിടെ നിന്നും കൊണ്ടുപോകുന്ന ഒരു സാഹചര്യമുണ്ട്. അത്തരത്തിലുള്ള ഒരു രീതി നിലനിൽക്കുമ്പോൾ തന്നെ നമ്മുടെ പൗരന്മാരെ സംരക്ഷിക്കാൻ കേരള സർക്കാർ സന്നദ്ധരാണ് എന്ന് വ്യക്തമാക്കുമ്പോഴും അതിന് അനുമതി നൽകാതെ ഇത്തരത്തിൽ മടിച്ചു നിൽക്കുന്ന ഒരു രീതി അത് ശരിയല്ല എന്നാണ് വ്യക്തമാക്കപ്പെടുന്നത്. മറ്റു സംസ്ഥാനങ്ങൾക്ക് ആവശ്യമുണ്ട് എങ്കിൽ അത് ചെയ്തു കൊടുക്കേണ്ടത് കേന്ദ്ര സർക്കാരിന്റെ കടമയാണ് എന്നും പലതരത്തിലുള്ള അഭിപ്രായങ്ങളും ഈ ഒരു സാഹചര്യത്തിൽ ഉയർന്നു വരുന്നുണ്ട്. എന്തായാലും മുരളീധരൻ പറയുന്നത് മറ്റൊരു രാജ്യത്ത് സൗകര്യം ഏർപ്പെടുത്തുന്നത് ആ രാജ്യത്തിന്റെ തീരുമാനങ്ങൾക്കനുസരിച്ച് മാത്രമേ സാധിക്കുകയുള്ളൂ. പ്രവാസികളുടെ ക്ഷേമത്തിനായി അതത് രാജ്യങ്ങളുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. 6 രാഷ്ട്രതലവന്മാരുമായും പ്രധാനമന്ത്രി നേരിട്ട് സംസാരിച്ചിരുന്നുവെന്നും ഇന്ത്യയുടെ സഹായ വാഗ്ദാനം UAE അറിയിച്ചിരുന്നുവെന്നും തുടർന്ന് ദുബായിൽ സൗകര്യം ഒരുക്കാൻ അനുമതി കിട്ടിയതായും അതിന്റെ ഭാഗമായി 70 മുറികളിലുള്ള ഹോട്ടലുകൾ ഏറ്റെടുത്തിട്ടുണ്ടെന്നും അധികം ആൾക്കാരോടൊപ്പം താമസിക്കുന്ന രോഗബാധിതരെയും ദുബായ് ഹെൽത്ത് അതോറിറ്റിയുടെ ക്വാറന്റൈനിലേക്ക് അധികം ആൾക്കാരോടൊപ്പം താമസിക്കുന്ന രോഗബാധിതരുടെയും ദുബായ് ഹെൽത്ത് അതോറിറ്റിയുടെ ക്വാറന്റൈനിലേക്ക് മാറ്റുന്നതിന് കാലതാമസം നേരിടുന്നവരെയും രോഗബാധ സ്ഥിരീകരിച്ചവരെയും പാർപ്പിക്കാനാണ് തീരുമാനമെന്നും ഇത് വിപുലീകരിക്കാനുള്ള ശ്രമങ്ങൾ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് എന്നുമാണ് കേന്ദ്ര വിദേശകാര്യ സഹമന്ത്രി വി മുരളീധരൻ പറയുന്നത്. കുവൈത്തിലേക്ക് ഒരു മെഡിക്കൽ സംഘത്തെ അയച്ചിട്ടുണ്ട്. കൂടാതെ UAE-യിലേക്കും ഒമാനിലേക്കും ഗുളികകൾ നൽകുന്നുണ്ട്. പ്രവാസികളെ സഹായിക്കാനുള്ള നമ്മുടെ സന്നദ്ധത പ്രകടിപ്പിക്കാൻ മാത്രമേ നിലവിൽ കേന്ദ്രത്തിന് കഴിയുകയുള്ളൂ എന്നും അദ്ദേഹം പറയുകയുണ്ടായി. എന്തായാലും വലിയ വിമർശനങ്ങൾ തന്നെയാണ് ഈ ഒരു സാഹചര്യത്തിൽ കേന്ദ്ര സർക്കാരിന് മേൽ ഉയരുന്നത്. നിരവധി പ്രവാസികൾ വളരെ മരണഭയത്തോടു കൂടി തന്നെയാണ് പല രാജ്യങ്ങളിലും കഴിഞ്ഞുകൂടുന്നത്. അവരെ എങ്ങനെയെങ്കിലും നാട്ടിലെത്തിക്കണം എന്നുള്ള ആവശ്യം അവർ ഇപ്പോൾ ഉന്നയിക്കുന്നുണ്ട്. അങ്ങനെ ഒരു സാഹചര്യത്തിൽ കേരളം അതിന് പൂർണ്ണ പിന്തുണയോടെ അതിന് എല്ലാ സജ്ജീകരണം സ്വമേധയാ ഞങ്ങൾ എടുത്തുകൊള്ളാം എന്ന് പറയുമ്പോഴും അതിന് അനുമതി നൽകാതെയുള്ള ഒരു രീതി അത് ശരിയല്ല. മാത്രമല്ല, പ്രവാസികളുടെ കാര്യത്തിൽ വലിയ സ്വാധീനമൊന്നും മറ്റു രാജ്യങ്ങളുമായി ചെലുത്തുന്നില്ല എന്നുള്ള ആരോപണവും ഉയരുന്നുണ്ട്. പക്ഷേ അതൊന്നും ശരിയല്ല എന്നാണ് മുരളീധരൻ പറയുന്നത്. എന്തായാലും ഒരുപാട് പ്രവാസികൾ പല രാജ്യങ്ങളിലായി കുടുങ്ങിക്കിടക്കുന്ന വലിയ ആശങ്കകൾക്ക് തന്നെ വഴിവെക്കുന്നുണ്ട്. ന്യൂസ് ഡെസ്ക് പ്രവാസി മലയാളി.